ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നാട് വിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട് വിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ 3 ആയിട്ടുണ്ട്. ഇപ്പോഴും നാട് വിട്ട് പോകാമെന്ന് പറയണ്ടല്ലേ. ഓക്കെ, ബാക്ക് ടു പഞ്ചാബ്, അത് മതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ 3 ആയി ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ ട്രെയിനിൽ മടുത്തു. എനിക്ക് ഇന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ എനിക്ക് ഈ ക്യാമറയൊക്കെ നോക്കി കുറച്ച് എക്സ്പ്രഷനൊക്കെ വാരി വിതറുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മരം പോലെ ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ താഴെയും സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്താവോ നാണം വരുന്നു. പിന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാവാന്ന് വെച്ചു. കാരണം ഇന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാവാന്ന് വെച്ചപ്പോൾ പിന്നെ ഇവിടെ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും സീറ്റിൽ വന്നിരുന്നൊരു ചായയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേ പുറത്ത് നല്ല നല്ല കാഴ്ചകൾ. ഇതെല്ലാം സൂര്യകാന്തി ചെടികളാണ് കേട്ടോ. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സൂര്യകാന്തി ചെടികളാണ്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടനും ചേച്ചിയൊക്കെ പറഞ്ഞത് അവർ മലയാളീസായിരുന്നു. അവരുടെ അടുത്ത് കുറച്ച് നേരം കത്തി വെച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഇത് സീസണാണ്, ഇവിടെ സമ്മറിൽ ഇങ്ങനെ സൂര്യകാന്തി ചെടികളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ അത് ഇവർ വെട്ടിക്കഴിഞ്ഞ് പിന്നെ നെൽകൃഷി തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റു പാട്ട് ഓർമ്മ വന്നു. പൂക്കളെ സുറ്റുപോയിടുങ്ങൾ. അധികം ഞാൻ പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. അപ്പം ഇനി ഞാൻ കുറച്ച് ദുരന്തംസിനെ പരിചയപ്പെടുത്തി തരാം. പഠിക്കാമെന്ന മോഹമല്ല, കറങ്ങി നടക്കാമെന്ന മോഹവുമായി ജമ്മുവിൽ പഠിക്കാൻ പോയ പിള്ളേരാണ് ഗായ്സ്. ഇവന്മാരെ ഞാൻ ഇപ്പോൾ ലുധിയാനയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ലുധിയാനയിൽ നിന്ന് ഞാൻ ജലന്ധർ എത്തിയത് അറിഞ്ഞില്ല ഇവന്മാരെ പരിചയപ്പെട്ടതിന് ശേഷം. ഒരു പരാജയത്തിന് കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കമ്പനി അടിച്ച് വന്നു. കയറിയപ്പോൾ മുതൽ ഇവരുടെ കോളേജിനെ പറ്റി കുറ്റം പറയായിരുന്നു. അല്ലെങ്കിലും ആരും പഠിച്ച കോളേജിനെ പറ്റി നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെന്താ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു സ്റ്റേഷനിൽ ഇറങ്ങിയത്. എൻ്റെ പെട്ടിയും വട്ടിയൊക്കെ എടുത്തത് ഇവന്മാരാണ്. സ്റ്റേഷനിൽ എന്നെ കൂട്ടാനായിട്ട് തോമ വന്നിട്ടുണ്ടായിരുന്നു. തോമ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. തോമസ് മാത്യു എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ. അവരൊക്കെ സംസാരിച്ചു. പിന്നെ പയ്യന്മാർ വേറെ വണ്ടി വിളിച്ച് പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ തോമിൻ്റെ വേറെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം കൊടുത്തു വിട്ടു. അതിന് അവിടത്തേക്കോളും. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. കുറേ നാളൊന്നുമില്ല, 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. ഇപ്പോൾ ഒത്തിരി ചൂടുണ്ട്, ഇവിടെ ചൂട് കൂടുതലാണ്. വേറെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇത് പഞ്ചാബിലെ ജലന്ധറാണ്. ഞങ്ങൾ ജലന്ധറിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഒത്തിരി മലയാളീസ് പിള്ളേരൊക്കെ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് ലവ്ലി. അപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഒരു ചേട്ടനൊക്കെ ചോദിച്ചായിരുന്നു, ലവ്ലിയിൽ പഠിക്കുന്ന കുട്ടിയാണോ എന്നൊക്കെ. എനിക്ക് വയ്യ. അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് കുറേ കണിക്കൊന്ന മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴാണ് വിഷു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അവനൊരു ഫോൺ വന്നിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും ഇങ്ങനെ ഫോൺ വരുമ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു കൊടുക്കണം വണ്ടിയിലൊക്കെ പോകുമ്പോൾ. അതാണ് അവസ്ഥ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക്കും ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രാഫിക്കും ബ്ലോക്കൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് നേരം പോസ്റ്റൊക്കെ ആയി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്, കുറച്ച് വഴിയും കൂടി ഉണ്ട്.
അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഇരട്ടി ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്. നോർമലായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉള്ളത് ആകെ 1, 2, 3 മാസമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആർമി ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലോട്ട് പോയിട്ടാണ് ഞങ്ങളുടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുള്ളിലേക്കുള്ള കാഴ്ചകളും എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് തോമൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. സാറിനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും കൊച്ചു പയ്യനൊക്കെയാണ്, പക്ഷേ കൊച്ചു പയ്യനൊന്നല്ല, ഇതായിരിക്കണം മുതലിൻ്റെ പപ്പയാണത്. ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബിരിയാണിയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ കുഴിമന്തിയായിരുന്നു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ്. ഈ ഇരിക്കുന്ന കുഞ്ഞ് താത്തക്കുട്ടിയാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. എന്തായാലും ഫുഡ് സൂപ്പറായിരുന്നു. എൻ്റെ വയറും മനസ്സൊക്കെ അങ്ങോട്ട് നിറഞ്ഞു വായന്ന് വാവ് എന്നങ്ങ് വന്നു. എനിവേ ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കുറച്ച് നേരം ഇരുന്ന് ബൈ ഒക്കെ പറഞ്ഞ് അങ്ങ് വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി ഇതുപോലെ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.